നമ്മൾ നീറ്റ് 2024 ഇന്നലെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിനുശേഷം മിക്സ്ഡ് ഒപ്പീനിയൻസ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര സിമ്പിൾ ആണെന്ന് പറയുന്നവരുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് പറയുന്നവരുണ്ടാവും, ഈ വർഷത്തെ കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടുന്നു പറയുന്നവരുണ്ടാവും. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, ഇതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യം ഇന്നലെ വൈകുന്നേരം 5:20 വരെ നമ്മൾ OMR ഷീറ്റ് തിരിച്ചു കൊടുക്കുന്നവരെയായിരുന്നു. അപ്പോൾ അതിനുശേഷം കട്ട് ഓഫ് കൂടുന്നു വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വരുത്തിയ സില്ലി മിസ്റ്റേക്സ് ആലോചിച്ചിട്ടോ ആരും നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. കാരണം കട്ട് ഓഫിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ചിലപ്പോൾ കട്ട് ഓഫ് അത്രയൊന്നും ഉണ്ടാവില്ല. കട്ട് ഓഫ് നമുക്ക് വരുമ്പോൾ വരും, അപ്പോൾ നമുക്ക് നോക്കാം അത് എത്ര ഉണ്ടെന്നുള്ളത്. ഇനി ഒരിക്കലും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. കാരണം നമ്മൾ ഓൾറെഡി ഒരു വർഷം വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പീരിയഡിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ ഇനി നമ്മൾ റിലാക്സ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിൻ്റെ കൂടെയൊക്കെ നല്ല നല്ല സിനിമകൾ കാണാൻ പോവുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, അതുപോലെ ട്രിപ്പ് പോവുക. അപ്പോൾ ഇനി നിങ്ങൾ എന്തായാലും നിങ്ങൾ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക, നിങ്ങൾ റിലാക്സ് ചെയ്യുക. ബാക്കിയുള്ള കാര്യം നമുക്ക് റിസൾട്ട് വരുമ്പോൾ നോക്കാം. അത് എന്തും ആയിക്കോട്ടെ, നമുക്ക് ഇനിയുള്ള തീരുമാനം റിസൾട്ട് വന്നിട്ട് എടുക്കാം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ ഓൾറെഡി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അതുപോലെ നിങ്ങൾ ഏത് ഗ്രേഡ് മാർക്കിൽ വരികയാണെങ്കിലും അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. തൽക്കാലം നിങ്ങൾ റെസ്റ്റ് എടുക്കുക.